ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുൽ വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൽ തോന്നിയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് എൻ്റെ സ്വാഭാവികമായിട്ടുള്ള കുറച്ച് കൺസേൺസ്, കുറച്ച് ഡൗട്ട്സൊക്കെ വരുന്നതാണ്. അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോൻ്റെ ക്യാപ്ഷൻ വരുന്നത് ഇങ്ങനെയാണ്: കള്ളൻ ബിഷപ്പ് രേണുവിന് ബാഗ് വാങ്ങിക്കൊടുത്തു ക്വസ്റ്റ്യൻ. മുൻ ഭർത്താവ് വെൽഡറാവ് ഉദ്ദേശിച്ചത് മുൻ ഭർത്താവ് വെൽഡർ ബിനു വോയിസ് പുറത്തു വിട്ട് ക്വസ്റ്റ്യൻ. പിന്നെ ഞെട്ടുന്ന പോലുള്ള രണ്ട് ഇതും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഗതി. അതായത് കള്ളൻ ബിഷപ്പ് രേണുവിന് ബാഗ് വാങ്ങിക്കൊടുത്തു. ആ സ്കൂളിൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നില്ലേ, അപ്പോൾ ആ സമയത്ത് സഹായിച്ച കാര്യമാണ് പറയുന്നത്. കള്ളൻ ബിഷപ്പ് രേണുവിന് ബാഗ് വാങ്ങിക്കൊടുത്തു ക്വസ്റ്റ്യൻ. മുൻ ഭർത്താവ് വെൽഡർ ബിനു, ഫാസ്റ്റർ ബിനു എന്നാണ് ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് വെൽഡർ ബിനു ആയി മാറി. വെൽഡർ ബിനു വോയിസ് പുറത്ത് വിട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അതിലെ കണ്ടൻറ്റ് നോക്കട്ടോ. ഇതിലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാം. ചർച്ച ചെയ്യുന്ന കുഞ്ഞിന് ബാഗ്, ബുക്ക്, കൊട, ബോക്സ് ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും RCA ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. എൻ്റെ കുഞ്ഞിന് ബാഗ് എനിക്ക് ചേച്ചി ഇവിടെ ഇനി അടുത്തൊരു വോയിസ് വരുന്നുണ്ട്. അത് രേണുവിൻ്റെ കൂടെ 5-ലോ 6-ലോ എന്തോ കൂടെ പഠിച്ച പെണ്ണുമ്പിള്ളയാണ്, ഫ്രണ്ടാണ് പറഞ്ഞിട്ട് ഒരു പെണ്ണുമ്പിള്ള വോയിസ് ഇടുന്നതാണ്. ഈ ഇവരൊന്നും പേരില്ല കേട്ടോ, പേര് പറയണില്ല, പേരുമില്ല മുഖവുമില്ല. ഇങ്ങനെ പറയുകയാണ് ചരിത്രം. രേണു സുധി എനിക്കറിയാം, അവിടെ അറിയാം, ഞങ്ങളുടെ നാട്ടുകാരാണ്, അവളുടെ കല്യാണ വിശേഷങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവമാണ്. അതിൻ്റെ ഒരു 2-3 വോയിസുകൾ ഇതിലുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ തന്നെ ചിലപ്പോ കുറച്ചുപേരെങ്കിലും കമന്റ് ചെയ്യും, എന്താണ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ കുടുംബശ്രീ പരിപാടി നടത്തിക്കൊണ്ട് നടക്കാൻ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ളവർ ചോദിച്ചോട്ടെ, എനിക്കൊന്നും പറയാനില്ല. എന്നാലും ഞാൻ എന്റെ ടോപ്പിക് എന്ന രീതിയിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കുന്നവർ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോകാം. അതായത് 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിഷപ്പിനെ എക്സ്പോസ് ചെയ്തും കൊണ്ട്, റിഫോംഡ് ചർച്ച് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് കള്ളപ്പേരിട്ടും കൊണ്ട് ഒരു ഫ്രോഡ് ബിഷപ്പൊന്നുമല്ല, ഒരു പള്ളിക്കാരും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ സ്വന്തമായിട്ട് നാന്താ കിങ് എന്ന് പറഞ്ഞും കൊണ്ട് ബിഷപ്പായി മാറിയ ഒരു കള്ള ബിഷപ്പ്. ആ ബിഷപ്പിനെ പറ്റിയിട്ട് ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ ന്യൂസ് കട്ടിങ്ങും കാര്യങ്ങളും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ള. ലക്ഷങ്ങളടക്കം പല ബിഷപ്പുമാരിൽ നിന്നും, പല സ്റ്റുഡൻസിൽ നിന്നും, പല മാതാപിതാക്കളിൽ നിന്നും തട്ടിപ്പ് നടത്തി സ്വന്തമായിട്ട് ഒരു ഫ്രോഡ് ബിഷപ്പായി മാറി സ്വന്തം മക്കളെ പുറത്ത് നിർത്തി പഠിപ്പിക്കുന്നു. നാട്ടിൽ കുറെ കാറും കുറെ തോട്ടമായിട്ടൊക്കെ അടിപൊളി സംഗതി. ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഈ ചെങ്ങായി ഉണ്ടല്ലോ, ബിഷപ്പ് എന്ന് പറയുന്ന ചെങ്ങായി, കള്ളൻ ബിഷപ്പ്, അതാണ് ഇവിടുത്തെ കള്ളൻ ബിഷപ്പും തമ്പനയിൽ കൊടുത്തില്ല. ഇയാൾ ബാഗും സാധനങ്ങളൊക്കെ ആ സ്കൂൾ തുറക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ട് രേണു സുധിയുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ മൂപ്പര് പറയുന്നത്, അതുൽ പറയുന്നത്. അതുൽ പറയുന്നത് ഉളുപ്പുണ്ടോ ആ ചെങ്ങായിനെ പ്രൊമോട്ട് ചെയ്യാൻ, ഈ ചെങ്ങായിയുമായി കൂടെയാണോ നടത്തം, ഇതാണ് സംഗതി ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അതുൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? അതുൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? ശരി, അതുലൊന്നും കൊടുക്കണം നിർബന്ധമില്ല, ഞാനും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതുലൊന്നും കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ വന്ന്. ഞാൻ അതിൽ കൊടുത്തോ ഇല്ലേ എന്നല്ല, കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കണ്ടായിരിക്കും. ഈ സഹായിക്കുന്ന ഒരാൾ ഇയാളായി പോയി. അതിപ്പോൾ തെറ്റോ ശരിയോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പം രേണു സുധി ഒരു വീഡിയോ ചെയ്യുന്നത്, പ്രൊമോഷന് വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, നന്ദി പറഞ്ഞുകൊണ്ടേ. അപ്പോൾ അത് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്, ഈ കള്ളന്മാരുടെ കൂടെയാണ് കൂട്ട് എന്നുള്ള രീതിയിൽ, കള്ളന് കഞ്ഞി വെച്ചവൾ എന്നുള്ള രീതിയിലാണ് അതുൽ അതിനെ നോക്കി കാണുന്നത്. അപ്പോൾ അതുലിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ലക്ഷങ്ങൾ തട്ടി കോടികൾ ഉണ്ടാക്കി ഒരു ബാഗോ കൊടയോ ബുക്കോ ഒന്നും ഞാനിപ്പം മോന് മേടിച്ചാലും 2 കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ട് വീട്ടിൽ, ചേച്ചിയുടെ മക്കളുണ്ട്, അവർക്കെല്ലാം മേടിക്കണം. ഞാൻ ആകെ ടെൻഷനായിരുന്നു. അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ RCA ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചയിൽ നിന്ന് കുഞ്ഞിന് ബാഗ്, ബുക്ക്, കൊട, ബോക്സ് ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും RCA ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. എൻ്റെ കുഞ്ഞിന് ബാഗും കൊടയും ബുക്കും ഒക്കെ മേടിച്ച് തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. വാരി കോരി കൊടുത്താട്ടെ നന്ദികൾ, ഒഴുകട്ടെ ആ നന്ദികൾ, അനുഗ്രഹം കിട്ടട്ടെ. എന്താ രേണു, ഇതെല്ലാം നന്ദിയല്ലേ, ഒരു നന്ദി സൂചകമല്ലേ? വാരി കൊടുത്തേക്കൂ ആ നന്ദി. ഓ, എന്താ പ്രൊമോഷൻ! കള്ളന് കാവട്യം നിറഞ്ഞ നാറികൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന കാലമായി പോലോ രേണു.
രേണു ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണോ അറിയാതെയാണോ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇവനെയാണ് ഇപ്പൊ തട്ടിപ്പ് കേസിൽ പിടിച്ചുകൊണ്ട് അകത്തിട്ടിട്ടുള്ള, അവനെയാണ് ഈ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുള്ള. ഇവൻ എന്തുകൊണ്ട് രേണുവിന് ഈ 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ 1500 3000 രൂപ മാക്സിമം ഇതിന്റെ അകത്ത് വരുന്ന സഹായം ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഈ 2000 3000 ചെറിയ തുകയെന്നല്ല ഞാൻ പറയുന്നത്. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ തുക തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവൻ എന്തുകൊണ്ടാണ് ആ സഹായം ചെയ്തതെന്ന് അറിയാമോ? ഇവൻ ഇങ്ങനെ സഹായം ചെയ്യുമ്പോൾ രേണു അതെടുത്ത് ഇവനെ ഇതുപോലെ പൂഴ്ത്തി വാഴ്ത്തി പാടി വീഡിയോ ഇടുമ്പോൾ 10 ആൾക്കാർ കൂടുതൽ കാണും. അപ്പൊ ഇവന്റെ പേര് ഇവൻ ആരാന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അവന് വീണ്ടും റീച്ച് കിട്ടും. അങ്ങനെ കിട്ടുന്ന റീച്ച് അവൻ എന്ത് ചെയ്യും? യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും ആൾക്കാർ അവനിലേക്ക് എത്തുമ്പോൾ അവരിൽ നിന്ന് ലക്ഷങ്ങൾ ഇതുപോലെ തട്ടിപ്പ് നടത്തും. അപ്പോൾ രേണുസുതി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രേണുസുതി എന്നല്ല ആരായാലും നിങ്ങളെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വരണമെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളെ സഹായിക്കാൻ വരാത്ത നാറികൾ പലതും ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും. ഞാനടക്കമുള്ള നാറികൾ പലതും പറയുന്നുണ്ടാവും, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും, അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക. അതായത് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ബാഗ് വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും കഷ്ടപ്പാട് വരിക, ദുരിതം വരിക, ഹോസ്പിറ്റൽ കേസ് വരിക, അങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. അഥവാ വരികയാണെങ്കിൽ ആരെങ്കിലും നിങ്ങൾ സഹായിക്കാൻ വരുമ്പോൾ അയാളുടെ ഹിസ്റ്ററി, അയാളുടെ ഒരു എന്താണ് അവസ്ഥ, അയാളുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക. ഒരു 1000 രൂപയ്ക്ക് 1000 രൂപ ഒരാൾ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അയാളുടെ ഈ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അല്ലേ? അതല്ലേ ഇവിടെ ഉദ്ദേശിച്ചത്? മോചിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവന്റെ പരിപാടി. മനസ്സിലായോ? അതിനുവേണ്ടി അവൻ കളിച്ചൊരു ഒരിക്കലും അങ്ങനെ നമ്മ ഒരു വ്യക്തിയെ പറയില്ല. ഞാനിപ്പോ എവിടെ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു. ഒലീവിയ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ബിനു എന്ന വ്യക്തി പാസ്റ്ററല്ല, വെൽഡറാണ്. അവളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ബിനു എന്ന വ്യക്തി, പാസ്റ്റർ ബിനു രേണുസുതിയുടെ ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഒരു ഇവിടെ വിഷയം ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടല്ലേ. അത് പാസ്റ്ററല്ല വെൽഡറാന്ന് പറയും. നിങ്ങൾ ഏതെങ്കിലും അത് ഉറപ്പിക്കുകയും ബോംബെയിൽ ആണ് ജോലി ചെയ്യുന്നത്. എന്റെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് അവർ 2 ആൺ ഒരു പെൺകുട്ടി, അപ്പൻ അമ്മ അടങ്ങുന്ന കുടുംബം. ഇവൾ അവിടെ വന്ന് അന്ന് മുതൽ ആ വീട് തകർച്ചയുടെ വക്കിൽ. പോലീസ് അടിബഹളം. അവൾ പൊങ്ങന്താനം കോളനിയിൽ വളർന്ന് വന്നത് ആ സംസ്കാരം കാണിക്കുന്നത്. ഒരിക്കലും അങ്ങനെ നമ്മ ഒരു വ്യക്തിയെ പറയില്ല. അതിനോട് എനിക്ക് ഈ ഒരു ഇതിൽ നല്ല റെസ്പെക്റ്റ് തോന്നിയിട്ട്, അതായത് ഇവിടെ ആ കോളനിയിൽ നിന്ന് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് ആ കമൻറ്റിൽ. അപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ കാണിക്കുന്ന ഗുണമാണ് ഗുണം. അല്ലാണ്ട് ഒരു സ്ഥലത്തിനെയും ഒരു ജാതിയെയും ഒരു മതത്തിനെയും അതിലാവട്ടെ ഇനി വേറെ വോയിസ് കൊടുക്കാം. അതായത് രേണുവിന്റെ കൂട്ടുകാരിയായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നത് കേട്ട് നോക്കാം. കൂട്ടുകാരിയായിരുന്ന പെൺകുട്ടി അതിലെങ്ങനെ ഉറപ്പിച്ചത്? ഈ ഓൺലൈനിൽ എന്തൊക്കെ വാർത്തകൾ വരുന്നത്. ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരും. അത് എത്ര ജെനുവിനായ ഒരു ന്യൂസാണെന്ന് എങ്ങനെ, ഒരു ഇൻഫർമേഷൻ ആണെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പക്ഷേ ഇത് സത്യമായിരിക്കാം, പക്ഷെ നമുക്കെങ്ങനെ ഇത് വിശ്വസിക്കാൻ സാധിക്കുക? ഞാൻ രേണുസുതിയുടെ കൂടെ പഠിച്ചുള്ള ആളാണ്, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ടുക്കളായിരുന്നു, എൻ്റെ ചങ്കാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് രേണുസുതി. ആളുടെ പേര് കൂടി പറയുക, അല്ലെങ്കിൽ ആൾ നേരിട്ട് വന്നിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആളുടെ പേരെങ്കിലും പറയുക. ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിൽ ഇന്ന സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്, എൻ്റെ പേര് ഇതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ക്രെഡിബിലിറ്റി കിട്ടും അല്ലേ? കൂടെ പഠിച്ചതെന്തുമാണ് എനിക്ക് ചേച്ചി ഇവിടെ ആണെങ്കിൽ 5ാം ക്ലാസ് തൊട്ട് അറിയാതെ ചെയ്യണമെന്ന് പറഞ്ഞോളാം. എന്റെ വീടിന്റെ അടുത്തായിട്ടുണ്ട് താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ആരാ ഈ ഞാൻ ആരാ ഇവിടെ? ഞാൻ എന്ന് പറയുന്ന ആള് ഈ പെണ്ണുപിള്ളക്ക് പേരില്ലേ? കൂടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇവിടെ 2ാമത്തെ കല്യാണം ഈ കൊല്ലശ്രുതി. ആദ്യത്തെ കല്യാണം വേറൊരുത്തനായിരുന്നു, അവനെ ഇവിടത്തേക്ക് പോകുന്നതാ. ഇവിടെ ആദ്യത്തെ കല്യാണത്തിൽ ഞങ്ങളെല്ലാം പോയി ഫുഡ് കഴിച്ചതാ. ആദ്യത്തെ കല്യാണത്തിൽ പോയിട്ട് ഫുഡ് കഴിച്ചാണ്. അപ്പോൾ നല്ല ഓർമ്മ ഉണ്ട് ഭക്ഷണം കഴിച്ചത് അല്ലേ? ഇവിടെ ചുമ്മാ അവിടെ കള്ളത്തിലൊക്കെ പറഞ്ഞോളെ ആദ്യത്തെ കല്യാണമാണ് എന്നെ അവിടെ ഏതെങ്കിലും പോയിട്ടുണ്ട്. ശരണാജികളെ പറഞ്ഞ മുഴുവൻ നാണയമാണ്, മൊത്തം നാണയം. അവിടെ ഏതെങ്കിലും ചുമ്മാ ഏകദേശം പഠിക്കാൻ പോയിട്ട് ആദ്യം നിർത്തിയിട്ട് വന്നതാണ്. അന്നേരം യുതിയായിട്ട് ദർശനമാണ്. ആദ്യത്തെ കല്യാണം ഇവിടെ കഴിച്ചിട്ട് 2 ആഴ്ച കഴിച്ചെന്നു തോന്നുന്നില്ല. അവിടെ പോയിട്ട് വീട്ടിൽ പണിയും ചെയ്യാനിട്ട് അവിടെ ആമയെ ഉപയോഗിച്ചിട്ട് പോകുന്നത്. അവൻ വാർത്താൻ എന്താണ് ഇത്? ഈ വോയിസ് ക്ലിയർ അല്ല കേട്ടോ. എനിക്ക് മനസ്സിലായത് എന്താണ്, കോഴ്സ് നിർത്തി പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ രേണുസുതി മോശമായതുകൊണ്ടാണ് കോഴ്സ് നിർത്തി പോകുന്നത്. എന്താ ഉദ്ദേശിക്കണത്?
രേണുസുധിയുടെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ടാണ് കോഴ്സ് നിർത്തി പോകുന്നത്. പിന്നെ വേറെ കാര്യം എന്താ 2 ആഴ്ചയാണ് മറ്റേ ചെങ്ങായിനാണ് ആദ്യം കെട്ടിയത്, 2 ആഴ്ച മാത്രമേ എന്നുള്ളൂ, പിന്നെ ഇങ്ങോട്ട് പോകുന്നു എന്നാണ് പറയണത്. അതൊരു അങ്ങനെ സംഭവിച്ചു എന്ന് ഉറപ്പിച്ചിട്ടാണ് പറയണത്. എന്നാൽ ആ ചെങ്ങയുടെ അഡ്രസ്സ് ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റും ഇവർക്ക്? ഒന്നല്ലെങ്കിൽ വെൽഡർ ഫാസ്റ്ററുകൾ ഉറപ്പിക്കുക. അതോ അയാൾ മുമ്പ് വെൽഡർ ആയതിപ്പോൾ ഫാസ്റ്റാടോ, അതോ മുമ്പ് ഫാസ്റ്റ് ആയതിപ്പോൾ വെൽഡറാടോ, അത് വേറെ എന്തെങ്കിലാടോ? ആളുടെ പേര് അഡ്രസ്സൊക്കെ ഒന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത് വിശ്വസിക്കാമായിരുന്നത്. പിന്നെ അതുപോലെ ഈ പറയുന്ന ആളുടെ പേര് കൂടി അത് പറഞ്ഞിട്ടുള്ള കഥായിരിക്കും. ഇതെന്തപ്പോൾ സംഗതി? പിന്നെന്ത് ഈ വേറൊരു സംഭവം ഇവിടെ പറയുന്നത് 2 ആഴ്ച അയാളുടെ കൂടെ താമസിച്ച് കല്യാണം കഴിഞ്ഞിട്ട് നിന്നിട്ട് വിട്ടു പോകുന്നു എന്നാണ്. അപ്പോൾ അത് രേണുസുധിയുടെ സ്വഭാവം മോശമായതുകൊണ്ടാണ് വിട്ടുപോകാത്തത്. നിങ്ങൾക്ക് എങ്ങനെ ഇതറിയാം? അതായത് മറ്റേ ആൾ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചതാണെങ്കിലോ, നിങ്ങൾ പറഞ്ഞ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അയാളുടെ പ്രശ്നം കൊണ്ടാണ്, അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് രേണുസുധി വിട്ടു പോകുന്നതെങ്കിലോ, അല്ല രേണുസുധിയുടെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞോ അല്ലേ എന്നുള്ള വേറെ വിഷയം, അത് അവിടെ കാര്യം, അതന്നെ നമുക്ക് ഉറപ്പില്ല. ചുമ്മാ തള്ളുകയല്ലേ. ചുമ്മാ ഈ ചെറുക്കനോട് ഇവിടെ പറഞ്ഞ ഇവിടെ വെച്ച് ഈ ചോദ്യം വലിച്ചു വേണം എന്ത് ഇത് പറയുന്നത് ക്ലിയർ ആവണില്ല കേട്ടോ, ഒന്നും മനസ്സിലാവണില്ല. വളരെ എന്തൊക്കെ സൗണ്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, വേറെ ഒന്നുമില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് നല്ല പിള്ള ചമഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ തന്നെ ലോകം കണ്ട നന്മമരം, ഞാൻ നല്ലവനാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം. ഇതിലൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യണ്ടേ നമുക്ക്. പുറമേ നിന്ന് രേണുസുധിയുടെ കാര്യത്തില്ല, ജനറലി സ്പീക്കിംഗ് എൻ്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ പുറമേ നിന്ന് അവർ കപ്പിൾ അവർ അടിപൊളിയാണല്ലോ എന്നൊക്കെ തോന്നും ഭാര്യയും ഭർത്താവും. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അവർ പലപ്പോഴും കോമ്പാറ്റബിൾ ആവില്ലായിരിക്കും. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 2 പേര് നല്ല നന്മയുള്ള ഒരു അടിപൊളിയായിട്ടുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ചിലവർ തമ്മിൽ സെറ്റാവില്ല, അറ്റ്ലീസ്റ്റ് ആ സാഹചര്യത്തിലെങ്കിലും സെറ്റാവില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവില്ലേ? ഇല്ലേ? ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ പിരിഞ്ഞെങ്കിലോ, അല്ല ഇവർ കല്യാണം കഴിച്ചോ തുടക്കത്തിൽ ഇല്ലേന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവരിത് പറയുന്നത് ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, റിയലായിട്ടുള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, അത് നിങ്ങൾക്കിപ്പോൾ എന്താണ് രേണുവിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ എന്താ ആധികാരികത വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ അവരെ വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ? ഇത് ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും പെങ്ങളും അനിയനും ചേച്ചി ഏട്ടനും ഒക്കെ ഉണ്ട് വിചാരിക്കുക. ഇവർക്ക് തന്നെ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുള്ളത്, എന്തുകൊണ്ടാണ് അവർ പിരിയണത് എന്നൊക്കെ. അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അറിയണമെന്നില്ല. എന്നിട്ടാണ് അടുത്ത വീട്ടിലെ എന്ന് പറയുന്ന ഒരുത്തി വന്നിട്ട് ഇങ്ങനെ പറയണത്. നിങ്ങൾ ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ചെങ്ങായിയുടെ ഒരു ഐഡൻറ്റിറ്റി ഒന്ന് പുറത്തു വിട്. ഇത്രത്തോളം പറയാച്ച പിന്നെന്താണ്, ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, ഇതാണ് എന്ന് കൃത്യമായിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് ഒന്ന് പുറത്തു വിടാൻ പറ്റുമായിരിക്കെങ്കിലും നിങ്ങൾ എന്തിനാ അവിടെ ഇവിടെ തൊട്ടും തലോടിയുള്ള കാര്യങ്ങൾ പറയണം? അത് ഇതിങ്ങനെ പറയുന്നത് പിന്നെ അതോടുകൂടി ആ കൺഫ്യൂഷൻ തീർന്നു കിട്ടൂലേ? ഇങ്ങനെ ഞാൻ നന്മവഴം കളിച്ച് ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കും. ഒരു ദിവസം ഞാൻ എക്സ്പോസ് ആവുകയാണ്. അതായത് ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം അത് മൂപ്പരെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. അതായത് പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് റിയാക്ഷൻസ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഗതി. ഓക്കെ, ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻസ് നോക്കട്ടെ നോക്കല്ലേ. എന്താണ് ഷബാന ജമി, ജോലിയുണ്ട് ഇവൾക്ക്, അപ്പോൾ ഒരു കുട്ടിക്ക് ഭാഗം കൂടെ വാങ്ങാൻ അവളുടെ ജോലി ഉപകരിക്കുന്നില്ലെങ്കിൽ വേറെ നല്ല പണിക്ക് പോയി കുടുംബം പോറ്റണം. എത്ര സിംഗിൾ മദർ മക്കൾ വീട്ടുവേല ചെയ്തു വരെ ആരെ മുന്നിൽ കൈ നീട്ടാതെ അഭിമാനം കാത്തു ജീവിക്കുന്നു. ബിഷപ്പിൻ്റെ കൂടെ പോയിന്ന് അതാണ് വത്സല ചന്ദ്രൻ 2947. ബിഷപ്പിൻ്റെ കൂടെ പോയിത്രേ. അവൾ പഠിച്ച കള്ളിയ, അത് ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാവും. ഇതിലേ അതിൽ പറയുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ, അത് വലിയൊരു വിഷയം തന്നെയാണ്. അതുപോലെ ഇതിൽ പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, അത് പേപ്പർ ഇരിക്കണം. പെൺകുട്ടി അപ്പൻ അമ്മ അടങ്ങുന്ന കുടുംബം ഇവൾ അവിടെ വന്നു. അതായത് വെൽഡറാണോ മുതൽ ആ വീട് തകർച്ചയുടെ വക്കിൽ, പോലീസ് അടിബഹളം. അവൾ പൊങ്ങന്താനം കോളനിയിൽ വളർന്ന് വന്നതേ ആ സംസ്കാരം കാണിക്കുന്നത്. ഒരിക്കലും അങ്ങനെ നമ്മൾ ഒരു വ്യക്തിയെ പറയില്ല. ഞാനിപ്പോ എവിടെ ജീവിച്ചു എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ കാണിക്കുന്ന ഗുണമാണ് ഗുണം. അല്ലാണ്ട് ഒരു സ്ഥലത്തിനെയും ഒരു ജാതിയെയും മതത്തിനെയും ഒരു നിറത്തിനെയും ഒരാളെയും നമ്മൾ ആ രീതിയിൽ കുറ്റം പറയരുത്. വളർന്ന സ്ഥലത്തിന്റെ കുഴപ്പമാണ് ഗുണം. അതായത് ഈ ബിനു എന്ന് പറയുന്ന ആള് പാസ്റ്ററാണോ, വെൽഡറാണോ, ടീച്ചറാണോ, മെക്കാനിക്കാണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പ്ലംബറാണോ,
അറിയില്ല എന്നുള്ള രീതിയിൽ ഈ സാധനം എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാം. ഈ സാധനം എന്താ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് ഒരാളുടെ ക്യാരക്ടർ എന്താ പറയുക മൊത്തം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണിത്. ഇത് സെക്ഷൽ ടോണുള്ള ഒരു സംഗതിയാണിത്. ഇത് അതുലിന് ഓൻ ചെയ്യണതിൻ്റെ പ്രശ്നങ്ങൾ അത് എത്രത്തോളം മോശപ്പെട്ട ഒരു പരിപാടിയാണെന്ന് അവൻ അറിയില്ല തോന്നുന്നു. അറിയാത്ത കൊണ്ടാണ് ചെയ്യുന്നത്. അത് മനഃപൂർവ്വം ചെയ്യണം. അത് ഇത് പറഞ്ഞിട്ട് കോരിത്തിരിക്കണ കുറേ ടീംസ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ചെയ്യണതാണ്. ഒന്ന് ബ്രോ എന്താ ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഇതിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒന്നിനൊരു ക്ലാരിറ്റി തരാണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം, ക്ലാരിറ്റി കിട്ടാണ്ടിരിക്കുമ്പോൾ കുറേ വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ പല റൂമേഴ്സ് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോഴേ, അതായത് അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്, അവിടെ കല്യാണം കഴിഞ്ഞാണ്, മറ്റാളിങ്ങനെ, നിങ്ങളത് ക്ലിയർ ആയിട്ട് പറയും. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുമായിട്ട് കല്യാണം കഴിഞ്ഞു, അയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പുറത്തു വിടുക. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫേസ് ഇല്ലേ, മുഖം പുറത്ത് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറയുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പറയുക. ഇതൊന്നുമില്ലാണ്ട് ചുമ്മാ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് വിഴുങ്ങാൻ സാധിക്കുമോ? ഒരു പക്ഷേ ഇവർ പറയുന്നത് സത്യമായിരിക്കാം, പക്ഷെ നമുക്ക് ഇതൊരു ഐഡൻറ്റിറ്റി റിവീൽ ആവാത്തിടത്തോളം കാലം ഞാൻ വിശ്വസിക്കില്ല. അതായത് നമുക്കൊരു മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതാണ് വിഷയം. അപ്പോൾ ഓക്കെ, ബൈ. വേറെ വീഡിയോയിൽ നമുക്ക് കാണാം.